ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 213 സെഷനാണല്ലോ ഇത്. 6-ാം സ്വരത്തെക്കുറിച്ചുള്ള 53-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് 10-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 11 അധ്യായങ്ങളാണല്ലോ ഈ സ്വരത്തെക്കുറിച്ച് മദ്രസ്യ വിവരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 10-ാം അധ്യായത്തിന്റെ പേര് വിവിധ അനുഗ്രഹങ്ങളും അവയുടെ വിശേഷ ഫലങ്ങളും. ചെറിയ ഒരധ്യായമാണിത്. 8 ഖണ്ഡികൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. നമുക്ക് 1-ാം ഖണ്ഡിലേക്ക് വരാം. മേൽ വിവരിച്ച ദർശനങ്ങൾ വഴി കർത്താവ് ആത്മാവിന് സ്വയം വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. നിരവധിയായ അവസരങ്ങളിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തിയെന്ന് വരും. ഭൗതിക ദർശനവും ഭവന ദർശനവും എല്ലാം വഴിയായിട്ട്. ഇനി ആ സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. ചിലപ്പോൾ വളരെ വ്യസനിച്ചിരിക്കുമ്പോഴായിരിക്കും അവ ഉണ്ടാകുന്നത്. മറ്റവസരങ്ങളിൽ ദുസ്സഹമായ ഏതെങ്കിലും കഷ്ടതയുടെ നാന്ദി എന്നോണമായിരിക്കാം. വേറെ ചിലപ്പോൾ കർത്താവിന് അവളിൽ ആനന്ദിക്കുവാനും അവളെ ആനന്ദിപ്പിക്കുവാനുമുള്ള താല്പര്യ നിമിത്തമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു 3 സന്ദർഭം മദ്രസ്യ പറയുകയാണ്. അത് നമ്മൾ വളരെ ഉപകാരപ്രദമാണ് അറിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും ഒരു സാഹചര്യം മദ്രസ്യ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി വളരെ വ്യസനിച്ച് ഒരു വഴിയും കാണാതെ, ഇങ്ങനെ ഒരു വെളിച്ചവും കിട്ടാതെ, ആത്മീയ സഹായം ഒന്നും കിട്ടാതെ വിഷമിച്ചായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചിലപ്പം ആ വ്യക്തിയെ തമ്പുരാൻ സഹായിക്കുന്നത് ഒരു ഭൗതിക ദർശനം തന്നുകൊണ്ട്, ഒരു ഭാവന ദർശനം അനുവദിച്ചുകൊണ്ട്, അല്ലെ ഒരു ആനന്ദ അനുഭൂതിയിലൂടെ നയിച്ചുകൊണ്ട്, അല്ലെ അങ്ങനെ ഒരു അരുളപ്പാട് കൊടുത്തുകൊണ്ട്, അങ്ങനെയൊക്കെ അസാധാരണ ഇടപെടും. അതോടുകൂടെ അവിടെ വ്യസനത്തിന്റെ അവസ്ഥയിൽ ആത്മാവ് സ്വതന്ത്രയാകും. അങ്ങനെ ദൈവം ഇടപെടാറുണ്ട്. ഇനി മറ്റു ചില അവസരങ്ങളിൽ ദുസ്സഹമായ ഏതെങ്കിലും കഷ്ടതയുടെ നാന്ദി എന്നോണമായിരിക്കും. അതും ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ വലിയൊരു സഹനം വരാൻ പോകുന്നു, മാരകമായ രോഗം പിടിപെടാൻ പോകുന്നു, വലിയൊരു പ്രശ്നം മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നു, തെറ്റിദ്ധാരണ വരാൻ പോകുന്നു, അപമാനം ഉണ്ടാകാൻ പോകുന്നു ജീവിതത്തിൽ എന്തെങ്കിലും കാരണവശാൽ. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു വ്യക്തിയെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് തമ്പുരാൻ നല്ല ഒരു ആത്മീയ അനുഭവം, ഒരു ഭൗതിക ദർശനം, ഭാവന ദർശനം, ഒരു അരുളപ്പാട് കൊടുത്തു. അപ്പൊ നല്ല കരുത്തും വ്യക്തതയും നിറവും എല്ലാം കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ അടുത്ത അവസരത്തിലായിരിക്കും വലിയൊരു ആഘാതം വരിക, ഒരു കുരിശ് വരിക, ഒരു രോഗമോ തകർച്ചയോ വരിക. അനേകർക്ക് അനുഭവങ്ങളുണ്ട്. നല്ലപോലെ പ്രാർത്ഥിച്ച് നല്ല അനുഭവമായിട്ട് കയറി വന്നിട്ട് ജ്വലിച്ചങ്ങനെ നമ്മൾ നന്ദി സ്തുതി പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം കാണുമ്പോൾ പറയാ, അയ്യോ ഇങ്ങനെ സംഭവം ഉണ്ടായി, എല്ലാം തീർന്നു. ഇങ്ങനെ ഒരിക്കലും ഞാനൊരു ധ്യാനം കൊടുക്കും, പെട്ടെന്ന് മനസ്സിലാക്കുന്ന സംഭവമാണ്. ഒരു ധ്യാനം കൊടുക്കുക. എനിക്ക് അറിയാവുന്നൊരു കുടുംബം ധ്യാനിക്കുന്നുണ്ട്. ആ കുടുംബത്തിലെ 2 സഹോദരിമാരാണ്, കുടുംബനായിട്ട് കഴിയുന്നവരാണ്. നല്ലപോലെ ധ്യാനം കൂടി നല്ല അനുഭവം, ഒരു സന്തോഷമായിട്ട് ധ്യാനം കഴിഞ്ഞങ്ങ് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു വാർത്ത അവരുടെ കൂടപ്പുറപ്പായ ഒരു സഹോദരന് ക്യാൻസർ ആണെന്നുള്ളതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇവരങ്ങ് വല്ലാണ്ട് അപ്സെറ്റായി. അവര് പിന്നെ എന്നെ വിളിച്ച് സംസാരിച്ച് പറയും, അച്ഛാ ഇതിനായിരുന്നോ തമ്പുരാൻ ഞങ്ങൾക്ക് ഇത്രയും ആത്മീയ അനുഭവം തന്നത്, ധ്യാനത്തിലെ കരുത്ത് അഭിഷേകം തന്നത് എന്ന് പറഞ്ഞ് പരാതിപ്പെടുക. അവർക്ക് മനസ്സാക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നല്ലപോലെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് സഹനമാണത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് രോഗമാണ് തരുന്നത് എന്ന് പറഞ്ഞ് അവരെ കലങ്ങി പോവുകയാണ്. നമുക്കതിന് എന്താ ഉത്തരം കൊടുക്കാൻ പറ്റുക? ഇത് മദ്രസയിൽ ഉത്തരം തരികയാണ്. അപ്പോൾ ചില ആത്മീയ അനുഭവങ്ങൾ ദൈവം ഇതുപോലെ നമുക്ക് തരുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ ഒന്ന് ഒരുക്കുന്നതാണ്. ചില സഹനങ്ങളെ അഭിമുഖീകരിക്കാൻ. ചില മരുന്നുകൾ ഷുഗർ കൂട്ടട്ടായിട്ടുണ്ട്. മരുന്നിന് പുറത്ത് നല്ല മാധുര്യമായിരിക്കും, വായിലിടുമ്പോൾ മധുരം കിട്ടും. അത് ആ മധുരം വെച്ചുകൊണ്ട് ഞൊണഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിയല്ല, അതിനകത്ത് വല്ലാത്ത കയ്പായിരിക്കും മരുന്നിന്. അപ്പൊ ആ കയ്പ് വായിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിത് ഇറക്കി വിടാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഷുഗർ കോട്ടിങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ അങ്ങനെ ഷുഗർ കോട്ടിങ് മരുന്നിനെ കാണുമ്പോൾ അത് അലിപ്പിച്ചുകൊണ്ട്, മിഠായി അലിപ്പിച്ചുകൊണ്ടിരുന്ന കയ്പ് വരും എന്ന് പറഞ്ഞ പോലെ ചില അവസരങ്ങളിൽ ദൈവം ചില ആത്മീയ അനുഭവങ്ങൾ ഇങ്ങനെ തരുന്നത് തൊട്ടു പിന്നാലെ വ്യക്തി അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ ആത്മീയ പോരാട്ടങ്ങൾ, സഹനങ്ങൾ, അത് കടന്നു പോകേണ്ട കരുത്ത് കിട്ടാൻ വേണ്ടി ആയിരിക്കാം എന്ന് മദ്രസ്യ പറയുകയാണ്. ഇത് വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് തരുന്നൊരു കാര്യമാണ്. നിങ്ങൾ പലർക്കും പല ജീവിതാനുഭവങ്ങൾ പുറത്ത് നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ചില വലിയ അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞ് പിന്നാലെ വന്ന വലിയ സഹനങ്ങളെ കുറിച്ച് ഇപ്പൊ തിരിയുന്നുണ്ട് എന്നൊരു ചിന്ത. പിന്നെ വീണ്ടും മറ്റവസരത്തില് വേറെ ചിലപ്പോൾ കർത്താവിന് അവളിൽ ആനന്ദിക്കുവാനും അവളെ ആനന്ദിപ്പിക്കുവാനും താല്പര്യ നിമിത്തമായിരിക്കും. വേറെ ചില ആലംബാക്കത്തിൽ കർത്താവ് ചിലപ്പോൾ ഒന്ന് ആനന്ദിപ്പിക്കാൻ,
തമ്പുരാൻ ആ സ്നേഹം കൊടുത്ത് ആനന്ദം അവളെ ആത്മാവിൽ കണ്ടെത്താനും ആത്മാവിനെ ആനന്ദിപ്പിക്കാൻ ദൈവം ചിന്തിക്കുന്നു. വേറെ ന്യായമൊന്നും ഇതുപോലെയുള്ളത് കാരണമൊന്നും പറയാനില്ല. ഞാൻ അവളെ വശീകരിച്ച് വിജയ സ്ഥലത്ത് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. ഹോസേയ നമ്മൾ വായിക്കുന്ന പോലെ അങ്ങനെ ഒരു സ്നേഹം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളും സ്നേഹിക്കുന്നവരുടെ ഇടയിൽ സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരി കൊടുക്കാൻ, സ്നേഹത്തിന്റെ ഒരു പങ്കുവെക്കൽ കൊടുക്കാൻ, ഒരമ്മ ഒരു കുഞ്ഞിന്റെ മുത്തം കൊടുക്കാൻ എപ്പോഴാണ് ഇടവരിക? ചിലപ്പോൾ അത് ഒരു തോന്നൽ വരുന്നു, പ്രേരണ കിട്ടുന്നു, കൊച്ചു ഓടി നമ്മെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, അമ്മ കൊച്ചിനെടുത്ത് ഉമ്മ കൊടുക്കുന്നു. അതിനത്തെ കാരണമൊന്നും പറയാനില്ല, ലോജിക്കലായിട്ട് ബുദ്ധി വെച്ച് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിച്ഛായകളാണല്ലോ നമ്മളെല്ലാവരും. അപ്പൊ തമ്പുരാൻ നിങ്ങൾ സ്നേഹം തരുന്നത് അങ്ങനെ പെരുമാറാം എന്ന് മദ്രസ പറയുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ചില സന്ദർഭങ്ങള് ഈ പ്രത്യേക അസാധാരണ ആനന്ദാനുഭവങ്ങൾ തരുമ്പോഴും. പ്രസ്തുത ദർശനങ്ങൾ ഓരോന്നും വെവ്വേറെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. അതേപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അവയുടെ തലഭേദങ്ങളും നിലനിൽക്കുന്ന ഫലങ്ങളും സഹോദരിമാരെ നിങ്ങൾ ഗ്രഹിക്കത്തക്ക വണ്ണം ഈ മാർഗത്തിൽ ഓരോന്നിനുമുള്ള പ്രത്യേകതകൾ എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം വിവരിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനപ്പുറം ഇതേക്കുറിച്ച് ഒത്തിരി വിവരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, വല്ല വരണം ഉണ്ടാകും നിങ്ങൾ കാണുമ്പോൾ ഇതിന് സഹായമാകത്തക്ക രീതിയിൽ വിവരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തോന്നുന്ന ഭാവനയെല്ലാം ദർശനമാണെന്ന് കരുതരുത്. പക്ഷെ വീണ്ടും ഒരു മുന്നറിയിപ്പ് തരികയാണ്. തോന്നുന്ന ദർശനമെല്ലാം അല്ലെങ്കിൽ അത് ഇതുപോലെയുള്ള ഭാവനകളെല്ലാം ദർശനമാണെന്ന് കരുതരുത്. അതേപ്പറ്റി നമ്മുടെ വിസ്തീരിച്ചാണ് ഭാവന ദർശനത്തിന്റെ കാര്യത്തില്. ചിലർക്ക് ഭാവന വളരെ വീക്കായിരിക്കാം, അല്ലെങ്കിൽ മന്ദീഭവിച്ചതായിരിക്കാം, ബുദ്ധിക്ക് മാന്ദിപ്പുണ്ടായിരിക്കാം. അപ്പൊ ഒത്തിരി തോന്നലുകളെല്ലാം ദർശനം തോന്നിയെന്ന് വരാം. അതല്ല, അങ്ങനെ പറയാൻ പോകരുത്. സാക്ഷാ ദർശനം ഉണ്ടാകുമ്പോൾ അത് അസംഗതമല്ലെന്നും പരിഭ്രമിക്കുകയോ ക്ലേശിക്കുകയോ വേണ്ടെന്നും ഉറപ്പായി നിങ്ങൾ ധരിച്ചു കൊള്ളുക. അപ്പൊ രണ്ടു വശം മദ്രസ വീണ്ടും പറയുകയാണ്. അതാണൊരു വിവേകത്തിന്റെ വശം. തോന്നുന്ന ഭാവന എല്ലാം ദർശനമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ നീങ്ങരുത്. അതൊരു വശം. മറുവശത്ത് യഥാർത്ഥമായ ദർശനം തമ്പുരാൻ തരുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് പോകാനും ഇടവരരുത്. അതിന് എൻ്റെ പ്രസക്തിയുണ്ട്, സാങ്കത്യമുണ്ട്, അത് അംഗീകരിക്കാനും പറ്റണം. ഇത് രണ്ടുമുണ്ട്. പൈശാചിക മേഖലയെക്കുറിച്ച് പറയുമ്പോഴും സകല പീഡകളും പൈശാചികമാണെന്ന് ചിന്തിക്കരുത്. എന്നാൽ പൈശാചിക പീഡകൾ വരുമ്പോൾ പിശാചിക അല്ല എന്ന് ചിന്തിക്കാൻ പോയാൽ അത് പറ്റിയല്ല. അപ്പൊ അതിനിടയിൽ ഒരു വിവേചനത്തിന്റെ വിവേകത്തിന്റെ ഒക്കെ പാത എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെയാണ്. സാക്ഷാൽ ദർശനം ഉണ്ടാകുമ്പോൾ അത് അസംഗതമല്ലെന്നും പരിഭ്രമിക്കുകയോ ക്ലേശിക്കുകയോ വേണ്ടെന്നും ഉറപ്പായി നിങ്ങൾ ധരിച്ചു കൊള്ളുക. ഒരാത്മാവ് സംശയത്തിനും സന്താപത്തിനും ഉൾപ്പെട്ട് കാണുന്നത് പിശാചിന് വലിയൊരു നേട്ടമാണ്. അതിൽ അവന് വളരെയധികം ആഹ്ലാദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവന്റെ ഒരു പിശാചിന്റെ ഒരു കെണിയാണ് എങ്ങനെയെങ്കിലും സംശയത്തിലും സന്ദേഹത്തിലും അസ്വസ്ഥതയിലും ആശങ്കകളിലും ഒരാത്മാവിനെ കുടുക്കിയിടുക എന്ന് പറയുന്നത്. അങ്ങനെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്നേഹിക്കാനോ അവിടുത്തെ സ്തുതിക്കാനോ ശുശ്രൂഷ വേണം വ്യാപരിക്കാനോ ഒരാത്മാവിന് സാധിക്കാതെ പോകും. സാത്താന്റെ വിജയമാണത്. നോക്കിയപ്പോൾ സാത്താനിക പീഡകൾ, ആക്രമണങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പൊസഷനും ആവാസമുള്ള വീടും പൈശാചിക ശാരീരിക ഉപദ്രവങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളത്. ഇവിടെ മദ്രസ പറഞ്ഞു വരുമ്പോൾ കണ്ടോ, അല്പം ആശങ്കയും ഉത്കണ്ഠയുമായിട്ട് കഴിയാൻ ആത്മീയ അനുഭവം വളർച്ചയുള്ള വ്യക്തികളെ കിടവരുത്തുക എന്നുള്ളത് സാത്താന്റെ ഒരു കെണി തന്നെയാണ്. അതുവഴി അവരുടെ ഒരു ആർജവത്തോ സ്നേഹത്തിന്റെ കത്തലും എല്ലാം ഓഫായി പോകും. അങ്ങനെ അവരുടെ ദിവസങ്ങളും മണിക്കൂറും വിലപ്പെട്ട സമയവും വേസ്റ്റ് ആകും. അത് ചിന്തിച്ച് നടക്കുകയാണ്. നമുക്കൊക്കെ എതിരെ സാത്താൻ വെക്കുന്ന ഒരു ആക്രമണത്തിന്റെ ഒരു നിരന്തര ഒരു തരവും കൂടിയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെ ഏത് കാര്യത്തിലായാലും ഏത് കാരണം കൊണ്ടായാലും നമ്മൾ പരിഭ്രമവും ക്ലേശവും ഉത്കണ്ഠയും സംശയവും സന്താപവുമായിട്ട് കഴിയേണ്ട വരരുത്. ദൈവരാജ്യം, വിശുദ്ധാത്മാ, നീതിയും സമാധാനവും ആത്മാവുള്ള സന്തോഷവുമാണ്. അപ്പൊ ഏത് കാര്യത്തെ പറ്റി വ്യക്തത കിട്ടുന്നില്ല തോന്നിടത്ത് പോലും അത് പറഞ്ഞ് സ്തുതിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. സ്തുതിപ്പിന്റെ ആയുധം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്. അതുകൊണ്ട് ക്ലേശം, ബുദ്ധിമുട്ട്, സങ്കടം വരും വാടി തൂങ്ങി നടക്കാനും ആദ്യ പിടിച്ച് നടക്കാനും ഇടവരരുത് എന്ന് അമദ്രസ്യ പറയുകയാണ്. അങ്ങനെ ചെയ്താൽ സാത്താന്റെ ഒരു വിജയമായിട്ടായിരിക്കും ഭവിക്കുക. ഒരാത്മാവ് സംശയത്തിലും സന്താപത്തിലും ഉൾപ്പെട്ട് കാണുന്ന പിശാചിന് വലിയ നേട്ടമാണ്. അതിനവൻ വളരെ ആഹ്ലാദിക്കുകയും ചെയ്യും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നതിനും സ്തുതിക്കുന്നതിനും സർവ്വശ്രദ്ധയും ചെലുത്തുന്നതിന് ഈ അവസ്ഥ പ്രതിബന്ധമാണെന്ന് അവൻ അറിയാം. കണ്ടോ, നമ്മൾ ആദ്യം പിടിച്ചിരിക്കുമ്പോൾ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയില്ല, സ്തുതിക്കുകയില്ല. അപ്പം എത്ര വിദഗ്ധമായിട്ടാണ് അവൻ സംഗതി ഓഫാക്കി വെക്കുന്നത്.
നമ്മുടെ കർത്താവ് സ്വയം വെളിപ്പെടുത്തുന്ന മാർഗങ്ങൾ വേറെയുമുണ്ട് എന്ന് പറയാണ്. അവ കൂടുതൽ ഉത്കൃഷ്ടവും അപകടം കുറഞ്ഞതും അത്രേ. അവയിൽ കൃത്രിമങ്ങൾ സൃഷ്ടിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. അവ അത്യന്തം നിഗൂഢമാകയാൽ വിവരണം അത്ര എളുപ്പമല്ല. പാപനദർശനങ്ങളാണെങ്കിൽ തുലോ സുഖരമത്രേ. ഇപ്പൊ ഏതാനും എണ്ണ അമദർശ്യ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, പറയാത്ത വേറെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അവ വിവരിക്കുക ഏതാണ്ട് അസാധ്യമാണ്. പക്ഷെ അതേസമയം പിശാചിനെ അവയിൽ കയറി കളിക്കുക അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് അമദർശ്യ വയ്ക്കുകയാണ്. രണ്ടാമത്തെ ഖണ്ഡിക, ആത്മാവ് സാധാരണഗതിയിൽ നല്ല പ്രജ്ഞയോടെ പ്രാർത്ഥനാനിരതയായിരിക്കുമ്പോൾ കർത്താവിന്റെ തിരുവുള്ളമനുസരിച്ച് ഇന്ദ്രിയങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു സ്തംഭനം, സസ്പെൻഷൻ സംഭവിക്കുന്നു. അത് ഒരു അബദ്ധത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള വേറെ തരത്തിലുള്ള ദൈവിക ഇടപെടലാണ്. ആ അവസ്ഥയിൽ അവിടുന്ന് മഹോന്നത രഹസ്യങ്ങൾ അവളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പം പ്രത്യേകിച്ചൊന്നും ഒത്തിരി ആത്മീയ കാര്യങ്ങളൊന്നും അല്ലാതെ ആയിരിക്കുമ്പോൾ പോലും പ്രാർത്ഥന നിരതയാണ്. പക്ഷെ നല്ല പ്രജ്ഞയിലാണ്, പ്രത്യേകം മറ്റു അനുഭവമൊന്നുമില്ല. പെട്ടെന്ന് ഒരു സസ്പെൻഷൻ, സ്തംഭനം, ഇന്ദ്രിയങ്ങൾക്കെല്ലാം പരിശ്രമബോധം ഇല്ലെന്നാകുന്ന പോലെ, പ്രജ്ഞയറ്റ പോലെ ചിന്തയും ഭാവനയും ഓർമ്മയും എല്ലാം ഓഫ് ആയ പോലത്തെ ഒരവസ്ഥ, സസ്പെൻഡഡ് ആയ അവയെല്ലാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആത്മാവ് പോകുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ മറ്റു കാര്യം സംഭവിക്കുന്നു. മഹോന്നതമായ ദൈവിക രഹസ്യങ്ങൾ ഈ ആത്മാവിലേക്ക് കടന്നു വരാൻ അവസരം ഇടവരുന്നു. ആത്മാവ് ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ അല്ല, ആത്മാവിന്റെ ആന്തരേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമല്ല, ആ രണ്ട് മേഖലകളും ഓഫായിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് തമ്മിൽ നേരെ ഇങ്ങോട്ട് ചില വെളിപ്പെടുത്തലുകൾ നൽകുകയാണ്, നിവേശിപ്പിക്കുകയാണ്. അവ ദൈവത്തിൽ തന്നെ ദൃശ്യമാകുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. ദൈവത്തിന് എങ്ങനെയാണോ കാര്യങ്ങൾ ആയിരിക്കുന്നത് അതേപടി കാണുന്ന പോലത്തെ ഒരു അനുഭവമാണ് എന്ന് പറയുകയാണ്. കർത്താവിന്റെ മനുഷ്യ സ്വഭാവത്തെ സംബന്ധിച്ച ദർശനമല്ല അത്. ഈശോ ഭൂമി ജീവിച്ച നാടുകളിലുള്ള സംഭവങ്ങളോ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനത്തെ ഒരു കാര്യം കാണുന്നതല്ല എന്ന് തീർച്ചയായും പറയുകയാണ്. കർത്താവിന്റെ മനുഷ്യ സ്വഭാവത്തെ സംബന്ധിച്ച ദർശനമല്ല അത്. ദൃശ്യമാകുന്നു എന്ന് പോലും പറയാൻ നിവൃത്തിയില്ല. ദൃശ്യമാകുന്നു ആ വാക്ക് മദർശ്യ ഉപയോഗിച്ചെങ്കിലും അതങ്ങനെ ദൃശ്യമാകുന്നതല്ല, കാണുന്നതല്ല. യഥാർത്ഥത്തിൽ ഒന്നും തന്നെ കാണാനില്ല, കാണുകയല്ല സംഭവം. ഇത് ഭാവനാ ദർശനമല്ല, അത്യന്തം സവിശേഷമായ ഒരു ഭൗതിക ദർശനമാണ്. വെറും നേരത്തെ പറഞ്ഞ ഭൗതിക ദർശനമല്ല, ഭാവന ദർശനമല്ല, പിന്നെ എന്താ, അത്യന്തം സവിശേഷമായ ഒരു ഭൗതിക ദർശനമാണ്. അങ്ങനെ അതേപോലെ മനസ്സിൽ പറയാൻ തോന്നുന്നു. സമസ്ത വസ്തുക്കളും എപ്രകാരം ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും അവിടുന്ന് അവയെല്ലാം എങ്ങനെ തന്നിൽ ഉൾക്കൊള്ളുന്നുവെന്നും ആത്മാവ് വ്യക്തമായി ഗ്രഹിക്കുന്നു. അതാണ് ഒരു എന്നതാ ജ്ഞാനം കിട്ടുന്നത്. സമസ്ത വസ്തുക്കളും, നമ്മളും നമ്മുടെ ജീവിതവും ശരീരവും ഈ പ്രപഞ്ചവും ഭൂമിയും ഇത് മുഴുവനും എങ്ങനെയാണ് ദൈവത്തിലായിരിക്കുന്നത് എന്ന് ആത്മാവ് വ്യക്തമായിട്ട് ഗ്രഹിക്കുകയാണ്. ഇത് മാത്രമല്ല, അവ എങ്ങനെയാണ് ദൈവം തന്നിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ള ഒരു വ്യക്തത കിട്ടുകയാണ്, വ്യക്തമായി ഗ്രഹിക്കുകയാണ് എന്ന് മദർസ്യ പറയുകയാണ്. ഈ ബോധ്യം അത്യന്തം പ്രയോജനകരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.